ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു അടിപൊളി ചക്കപ്പുഴുക്കാണ് ചെയ്തത്. നമ്മുടെ നാടൻ രീതിയിലുള്ള ചക്കപ്പുഴുക്ക്. അത് നമ്മൾ പച്ചച്ചക്ക കൊണ്ടല്ല, ഉണക്കിയ ചക്ക കൊണ്ടാണ്. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഉണക്കിയ ചക്കയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്ക ഉണക്കി കൊണ്ടുവന്നതാണ്. അത് നമ്മൾ ഉണക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പച്ചയ്ക്ക് കൊത്തിയരിഞ്ഞ് ഉണക്കരുത്. നമ്മളതൊരു തിളച്ച വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങി, കൂടുതൽ നേരം പുഴുങ്ങരുത്, ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിടുക. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കോരണം. പെട്ടെന്ന് കോരിയിട്ട് ഒരു 2 ദിവസം നല്ല വെയിലത്തിട്ട് ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ നല്ല കിലുകിലാന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. അത് വർഷങ്ങളോളം ഇരിക്കും സാധനം. ഞാനിപ്പോൾ ഇത് 1 വർഷമായി കൊണ്ടുവന്നിട്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഉണക്കി കൊണ്ടുവന്ന ചക്കയാണ്. ഇപ്പോൾ 1 വർഷത്തിൻ്റെ അടുത്തായി അത്. എന്നിട്ടും ഒരു കേടുകൂടാതെ നമുക്കത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടേക്കാണ്. ഞാനൊരു 4 മണിക്കൂറായി അത് വെള്ളത്തിലിട്ടേക്കുക. നമുക്കത് വെള്ളത്തിലിട്ടാലാണ് നമുക്ക് അത് വേവിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അതൊരു 4-5 വിസിലെങ്കിലും അടിച്ചാൽ മാത്രമേ അത് വേവുള്ളൂ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ആ വെള്ളത്തിലിട്ടത്. അപ്പോൾ അതൊരു 4-5 വിസിൽ വരെയും അടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗൾഫിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ ചക്ക കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണക്കി കൊണ്ടുവരാം. ഞാനിപ്പോൾ ഉണക്കിയത് വരിക്കച്ചക്കയാണ്. കൂഴച്ചക്കയോ അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഒന്ന് വാട്ടി കോരി നല്ലോണം നല്ല വെയിലത്തിട്ട് ഉണക്കണം 2 ദിവസം. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചക്ക വെള്ളത്തിലിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ചുള ചെറുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് വേപ്പില, 2 പച്ചമുളക്. ആദ്യം തന്നെ നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഇത് വേവിക്കാൻ പോവാണ്. ചക്ക ഒന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ ചക്ക മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ ആ തേങ്ങ ചിരകിയത്, പച്ചമുളകും ആ ചെറുള്ളിയും കൂടി കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ ആ 2 തണ്ട് വേപ്പില എടുത്ത് വെച്ചത് ഒന്ന് പതിയെ ഒന്ന് കീറിയിട്ടിടാം. അപ്പം അതിൻ്റെ മണം അതിനകത്തേക്ക് നല്ലതായിട്ട് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ചക്ക നല്ല ചൂടോടെ തന്നെ ഇരിക്കണതുകൊണ്ട് നമ്മുടെ തേങ്ങ ഒന്നും അതിനകത്ത് തന്നെ വാടിക്കോളും. നമ്മൾ വേറെ തേങ്ങ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചക്കയും ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാനേക്കാളും നമുക്ക് ആ ഉപ്പൊന്ന് നോക്കണം. നല്ല മീൻ കറിയുടെ കൂടെയോ, നല്ല മീൻ വറ്റിച്ചതിൻ്റെ കൂടെയോ, അല്ലെങ്കിൽ നല്ല ചാറായിട്ട് ബീഫ് കറി വെച്ചതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ആ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നല്ല ആ തേങ്ങയിട്ട് ഒതുക്കേൻ്റെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഞാനിപ്പോൾ നമ്മുടെ ചക്ക ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു മീൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ അപ്ലോഡ്സ് ഒക്കെ കിട്ടും പെട്ടെന്ന്.